നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോ എൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. ബേബി പ്ലാന്റ്സിൻ്റെ കെയർ എങ്ങനെയാണ്, അഡീനിയം വിത്ത് മുളപ്പിച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഏറ്റവും നല്ല മാർഗം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ ചെയ്യുന്ന മാർഗം അതാണ്. ഞാൻ ഇതിലൊരു സാമ്പിൾ കാണിക്കുന്നത്, ഒരു ചട്ടിയിൽ 3, 4, 5 ബേബി പ്ലാന്റുകൾ മുളച്ച് നിൽക്കുന്നുണ്ട്. ചെറിയ പ്ലാന്റുകൾ മുളച്ച് നിൽക്കുന്നുണ്ട്. അതായത് ഇതിൽ ഞാൻ വിത്തിട്ട് മുളപ്പിച്ചിട്ടുള്ളതാണ്. വിത്തിൽ ഇടുന്ന സമയത്ത് ആദ്യം നമ്മളിതിൽ കുറച്ച് അടിവളം ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു 1.5 ഇഞ്ച് കനത്തിൽ മണ്ണിട്ടുണ്ട്. ആ മണ്ണിൻ്റെ മേലെയാണ് വിത്തിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ചെടി വളരാനുള്ള ആദ്യത്തെ വളമൊക്കെ വിത്തിലുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഇതിൻ്റെ വേരുപടലം മെല്ലെ അടിയിലേക്ക് എത്തുമ്പോൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് അടിയിലേക്ക്, 1 ഇഞ്ച് അടിയിൽ വളമാണെന്ന് കരുതുക. ആ 1 ഇഞ്ചിലേക്ക് എത്തിയിട്ട് മെല്ലെ വളർച്ചയെടുക്കുക. അപ്പോൾ ഇതൊരു 3 മാസം 2 മാസമൊക്കെ പ്രായമായ തൈയാണ്. വളർച്ച വേറെ വളമൊന്നും ഇടാതെ ഇങ്ങനെ നിർത്തിയതാണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങളെ ചട്ടിയിൽ മുളപ്പിച്ച തൈകൾ എടുക്കുന്ന കണ്ടീഷനെങ്കിൽ, തുടക്കത്തിൽ ഇങ്ങനെയാണ് ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു മാർഗം, ഇപ്പോൾ രാസവളമൊന്നും കിട്ടിയില്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ആഴ്ചയിൽ 1 തവണ അതിൻ്റെ മേലെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞു, ബേബി പ്ലാന്റ് വളർത്തുന്ന ആളുകൾ നമ്മളുടെ ഉദ്ദേശം പെട്ടെന്ന് കൊമ്പും ജില്ലകൾ ഉണ്ടായി പൂവുണ്ടാവാനാണ്. പക്ഷെ പെട്ടെന്ന് കൊമ്പും ജില്ലകൾ ഉണ്ടാവണമെങ്കിൽ അതിനൊരു പ്രായം വരണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, തുടക്കത്തിൽ ചെടി വളരാനും വേരുപടലങ്ങൾ ധാരാളം ഉണ്ടാവാനും നൈട്രജൻ വളങ്ങളാണ് വേണ്ടതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു അഡീനിയം ചെടി 1 വർഷം വരെ നിങ്ങൾ തുടർച്ചയായിട്ട് നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ മാത്രം കൂടുതൽ കൊടുത്തുകൊണ്ട് ചെയ്യുക. ഇനി പൊട്ടാഷ് ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടെന്നല്ല, അതുകൊണ്ടാണ് 30-10-10 എടുക്കാൻ പറഞ്ഞത്. അതിൽ വളരെ കുറഞ്ഞ % പൊട്ടാഷും മറ്റു വളമുണ്ട്. അപ്പോൾ നിങ്ങളൊരു തൈ മുളച്ച് ഒരു 3 ഇല 4 ഇല പരുവമായി കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 തവണ എന്ന തോതിൽ നിങ്ങൾക്ക് ഒന്നുകിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിക്കാം, അല്ലെങ്കിൽ 30-10-10 എന്ന രാസവളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 1 തവണ വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് 2 ലിറ്റർ വെള്ളത്തിന് ഒരു 1/4 സ്പൂൺ എന്നുള്ള തോതിലൊക്കെ എടുത്താൽ മതി. 2 ലിറ്റർ വെള്ളത്തിന് 1/4 സ്പൂൺ 30-10-10 എടുത്തിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാം. പിന്നെ ഉള്ള മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, DAP എന്ന് പറയുന്നത്. ഈ DAPയും അത് ഈ ബേബി പ്ലാന്റ് ചട്ടിയിലാണ് ഇങ്ങനെ മുളപ്പിച്ചതെങ്കിൽ മൊത്തത്തിൽ ഒരു ചെറിയൊരു നന കൊടുക്കുക, വളരെ ചെറിയ നന, അതിൻ്റെ മേൽമണ്ണ് മാത്രം നനയുന്ന തരത്തിലേക്ക് ഒരു നന കൊടുത്തതിന് ശേഷം ഒരു 3-4 മണി DAP ഈ ചട്ടിയിൽ പലയിടങ്ങളായി വിതറി കൊടുക്കുക. പിന്നെ തുടർച്ചയായ ദിവസങ്ങളിൽ ലൈറ്റായിട്ട് കൈകൊണ്ട് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഒരു 3 ദിവസമെങ്കിലും വെള്ളം കൈകൊണ്ടൊന്ന് തളിച്ചു കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബേബി പ്ലാന്റിൻ്റെ കെയർ ടിപ്സിൽ പറയാനുള്ളത്, തൈ മുളച്ചു വന്നത് മുതൽ എല്ലാ ആഴ്ചയും, പറ്റുമെങ്കിൽ എല്ലാ ആഴ്ച, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോഴെങ്കിലും നൈട്രജൻ വളങ്ങളും ഫോസ്ഫേറ്റ് വളങ്ങളും കൊടുക്കുക. അതിനാണ് DAP പറഞ്ഞത്. DAPക്ക് എന്താ പ്രത്യേകത? നൈട്രജൻ വന്നിട്ട് ഫോസ്ഫർ വളങ്ങളുണ്ട്, വെച്ചാൽ പിന്നെ N ഉണ്ട്, P ഉണ്ട്, ചെടി വളരാനുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ബേബി പ്ലാന്റിനെ 1 വർഷം വളർത്താം. ഇനി ഒരു ബേബി പ്ലാന്റിനെ എങ്ങനെ ബ്രാഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ബേബി പ്രൂണിങ് എങ്ങനെയാണെന്ന് കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ ബേബി പ്രൂണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം. നല്ലൊരു കത്തി എടുക്കുക. ആ കത്തി എടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ ബ്രാഞ്ച്, ഇതിൻ്റെ ടോപ്പ്, ഇതിൻ്റെ തലഭാഗം നേരെ ഏറ്റവും തലഭാഗം എവിടെയാണോ ആ ഭാഗം വെച്ചിട്ട് മെല്ലെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതിൽ ഞാൻ കട്ട് ചെയ്തു, ഇങ്ങനെ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. ഞാൻ ക്ലോസ് ആയിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ കട്ടിങ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡ് വരുന്നുണ്ട്. ആ ലിക്വിഡ് വേണമെങ്കിൽ തുടച്ച് കളയാം. നല്ല വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി. ലിക്വിഡ് ഒന്ന് പഞ്ഞി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നല്ല വെയിലത്ത് വയ്ക്കുക. 1 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ മുറിവായ ഉണങ്ങും. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. മഴയുള്ള സ്ഥലമാണെങ്കിൽ 2 ദിവസം മഴ കൊള്ളാതെ വെക്കണം. അപ്പോൾ നമ്മൾ ഈ ബേബി പ്രൂണിങ് എന്ന് പറയുന്ന ഈ പ്രൂണിങ് നടത്തി കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു 3 മാസം പ്രായമുള്ള ചെടിയാണ്. അത് ഇരുന്ന് മുരടിച്ച് തുടങ്ങി. ഈ ടോപ്പ് ഞാൻ പ്രൂൺ ചെയ്തിട്ട് അവിടെ ഒരു കോട്ടൺ പഞ്ഞി ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ലിക്വിഡ് ഒന്ന് കളഞ്ഞു. ആൻറ്റിഫംഗൽ മരുന്ന് തേക്കണമെങ്കിൽ തേക്കാം, അല്ല ഞാൻ ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്താണ് പ്രൂൺ ചെയ്യുക. നട്ടുച്ചയ്ക്ക് ഒരു 11:30-12 മണിയാകുമ്പോൾ പ്രൂൺ ചെയ്താൽ 2 മണിയാകുമ്പോഴേക്കും അതിൻ്റെ മുറിവായൊക്കെ ഏകദേശം കറുത്ത കളർ ഉണങ്ങിയിട്ടുണ്ടാവും, ഉണക്ക് വരും. മഴ പെയ്യരുത് എന്നുള്ളത്. മഴ പെയ്യണമെങ്കിൽ 2 ദിവസം കുറച്ച് വെളിച്ചം കിട്ടുന്ന, എന്നാൽ ഷെയ്ഡ് ആവും ചെയ്യരുത്, അത്ര തണലാവും ചെയ്യരുത്, വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി, മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റുക. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒരു ചെറിയ ടോപ്പിംഗ് നടത്തുക.
ഇത് 3 മാസം കഴിഞ്ഞാൽ നടത്തണം. 3 മാസം കഴിഞ്ഞ് ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ 3 മാസം എന്ന് പറഞ്ഞാൽ ചെടിക്കൊരു ഒരു ദൃഢമായ തണ്ടായി എന്ന് തോന്നുമ്പോൾ കേട്ടോ, അതിന് മുന്നേ ചെയ്യരുത്. അതിന് മുന്നേ ചെയ്താൽ ചെടി നാശമായി പോകും. ഇങ്ങനെ ഈ ഇല വന്ന് കൊഴിഞ്ഞു പോയ അടയാളങ്ങളുണ്ടാവും. അതിൻ്റെ ഏറ്റവും ടോപ്പ് വെച്ചിട്ട് 3-4 മാസത്തിൽ ചെയ്യാം. ഈ പ്രൂൺ ചെയ്തതിന് ശേഷം പിന്നെയും കൊടുക്കേണ്ട വളങ്ങൾ നൈട്രജൻ വളങ്ങളും ഫോസ്ഫേറ്റ് വളങ്ങളും. അതാണ് നിങ്ങൾക്ക് DAP ആഴ്ചയിൽ DAP കൊടുക്കേണ്ട, 2 ആഴ്ച കൂടുമ്പോഴൊക്കെ. ഇനി ആഴ്ചയിൽ കൊടുക്കുകയാണെങ്കിൽ അത്രയും ഡയലൂട്ടായിട്ട് കൊടുത്തു കൊടുക്കുക. ഇങ്ങനെ പ്രൂണിങ് ചെയ്തിട്ട് നിങ്ങളൊരു 7 മാസം വരെ ഇങ്ങനെ വളർത്തണം. ഇതുമെന്ന് ബ്രാഞ്ച് വരും. ഇതുമെന്ന് ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൻ്റെ തലപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. ഞാൻ ഒരു ചെടി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് എനിക്ക് ഏകദേശം 1 വർഷം ആവുന്ന ചെടിയാണ്. ഇതിന് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത 3 ബ്രാഞ്ച് ഉണ്ടാക്കി. ഈ ബ്രാഞ്ച് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ചെയ്ത പോലെ ബേബി പ്ലാന്റ് ടോപ്പ് പ്രൂൺ ചെയ്തു. ടോപ്പ് പ്രൂൺ ചെയ്തപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നത് എന്താണ്? ഈ 3 ബ്രാഞ്ചാണ്. ഇനി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ 3 ബ്രാഞ്ചും കട്ട് ചെയ്യാം. ഇത് പക്ഷേ സോഫ്റ്റ് സ്റ്റെമ്മാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സോഫ്റ്റ് സ്റ്റെമ്മ് കട്ട് ചെയ്താൽ കുറേ കാലം കഴിഞ്ഞിട്ട് അത് മൂപ്പായതിൻ്റെ ശേഷം, ഈ കൊമ്പ് മൂപ്പായതിൻ്റെ ശേഷം അതിൽ മുകുളം വന്നിട്ട് അതിൻ്റെ മേലെ മുട്ടിടാൻ കാലതാമസം എടുക്കും. എനിക്ക് ഈ ബേബി പ്ലാന്റിൽ കാലതാമസം എടുത്തോട്ടെ. എനിക്ക് വേണ്ടത് പ്ലാന്റ് ഒന്ന് പടർന്ന് നിൽക്കണം, ധാരാളം കൊമ്പും ചില്ലി ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ ഇത് ഫസ്റ്റ് പ്രൂൺ ചെയ്ത സ്റ്റേജിൽ 3 ബ്രാഞ്ച്. ഇനി ഈ 3 ബ്രാഞ്ചും ഞാൻ ഇവിടെ കട്ട് ചെയ്യാം. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് കട്ട് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. ഈ 3 ബ്രാഞ്ച് ഞാൻ കട്ട് ചെയ്തു. ഒരു ബ്രാഞ്ച് കട്ട് ചെയ്തു. ഇതിനെ പ്ലാസ്റ്റിക് കവർ ഇടണം കേട്ടോ. ഞാൻ അപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കുന്നില്ല. പ്ലാസ്റ്റിക് കവർ എല്ലാവർക്കും ബ്ലാക്ക് ടേപ്പ് അറിയാലോ. ബ്ലാക്ക് ടേപ്പ് ഇട്ട് കൊടുക്കുക. ഇതും പ്രൂൺ ചെയ്യുക, ഇതും പ്രൂൺ ചെയ്യുക, ബ്ലാക്ക് ടേപ്പ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തപ്പോൾ ഇതൊരു 7 മാസമായ ചെടിയാണ്. 1 വർഷം ആവുന്നു, 7 മാസത്തിലേറെയായി. അപ്പം ഞാൻ ഇങ്ങനെ പ്രൂൺ ചെയ്തു. അപ്പോൾ 3 മാസത്തിൽ ഫസ്റ്റ് പ്രൂണിങ്, പിന്നെ നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ അല്ലെങ്കിൽ DAP 30-10-10 ഏതും കൊടുക്കാം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്കൊരു 7 മാസം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ വീണ്ടും 7 മാസത്തിലേറെ കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു പ്രൂണിങ് നടത്തുക. ഈ പ്രൂണിങ് നടത്തി ഇനി ഈ ബ്രാഞ്ച് ഇതിൻ്റെ മേലുണ്ടാവുന്നത് വളരെ സ്ലോയിലായിരിക്കും, എന്നാലും ഇതിന് ബ്രാഞ്ച് ധാരാളം വരും. അപ്പോൾ നമുക്ക് നല്ല തലയെടുപ്പുണ്ടാവും, നല്ല ബ്രാഞ്ച് വരും. ആ ബ്രാഞ്ചിലെ മുകുളങ്ങളിലൊക്കെ ധാരാളം പൂവുണ്ടാവും. അപ്പോൾ ഒരു ബേബി പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് പൂവിടാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാതെ വളം മാത്രം കൊടുത്ത് നിർത്തിയാൽ അത് നീണ്ടു പോവും. 1 മീറ്റർ 1.5 മീറ്റർ വരെ നീണ്ടു പോയിട്ട് അറ്റത്ത് പൂവുണ്ടായിട്ട് മറിഞ്ഞു വീഴും. ചെടിക്ക് മങ്ങിയിട്ട് അത് മെടയാൻ ഉപയോഗിക്കും. അപ്പോൾ ബേബി പ്ലാന്റിൻ്റെ കെയർ ടിപ്സ് ഇത്രയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ പൊട്ടാഷ് വളങ്ങൾ കൂടുതലുള്ള ഒരു വളം ഉപയോഗിക്കരുത്. ലിക്വിഡായിട്ട് സ്പ്രേ ചെയ്യാനോ കടക്കിലോ ഈ പറഞ്ഞ വളങ്ങൾ ഇട്ട് കൊടുക്കുക. നിങ്ങളെ പ്ലാന്റുകളെ നല്ല ഹെൽത്തി ആക്കുക. ഇങ്ങനെ പ്രൂണിങ് നടത്തും തോറും നിങ്ങളെ കോഡക്സും സൈസായി വരും, ധാരാളം ബ്രാഞ്ചും വരും, ചെടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. പിന്നെ ബ്രാഞ്ച് വന്നാൽ ധാരാളം പൂവുണ്ടാവും. ആ പൂവിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുക. താങ്ക് യു.